ഹലോ, ഹായ്. അപ്പം ഇന്ന് ഉച്ചക്കന്നങ്ങട്ടില്ല വീഡിയോ ആണ് കേട്ടോ. ഫുള്ളായിട്ടില്ല വീഡിയോ അല്ല, ഉച്ചക്കന്നങ്ങട്ടില്ല വീഡിയോ. അപ്പോൾ അടിച്ചാരലും തുടക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ ചോറും വന്ന് ചോറ് ഊറ്റി വെച്ച് പിന്നെ ഒക്കെ എളുപ്പം ചോറ് കഴിച്ചട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിച്ചട്ടെ എഴുതിങ്ങാണ്ട് ചോറൊക്കെ വിളമ്പിട്ടോ. ഇന്ന് കറികളൊന്നും തോനെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ മീൻ കറിയില്ലേ, അത് ചൂടാക്കി എടുത്തേക്കാണ്. അപ്പോൾ മീൻ കറിയൊക്കെ എളുപ്പം ചൂടാക്കിങ്ങാണ്ട് കൊടുന്ന് ചോറ് കഴിച്ചാനെല്ലാം ഒരുക്കാണ്. ഇന്നലത്തെ മീൻ കറി കുടംപുളിയിട്ട് വെച്ച മീൻ കറി ചൂടാക്കിയെടുത്ത് ചോറ് വിളമ്പി. ഇന്ന് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ആ മാങ്ങ എടുത്തു. പിന്നെ മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു, അതും എടുത്ത് എളുപ്പം ചോറ് വെച്ചിട്ടോ. എന്ത് ഉമ്മൻ്റെ കുട്ടിയാക്ക് വെച്ചുവോ? ഞമ്മക്കില്ലേ പിന്നെ ഇതുണ്ടാക്കിയാലോ, മഞ്ഞളിൻ്റെ ഇലയിൽ അട, ചക്ക അട ഉണ്ടാക്കിയാലോ. ഈ കടി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ മഞ്ഞളിൻ്റെ അരിയിൽ ചക്കയും ഗോതമ്പൊടി ഏസാറുപൊടിയും ഒക്കെ ഇട്ട് കുഴച്ച് ഒരു അട ഉണ്ടാക്കിയെടുക്കട്ടോ. തേങ്ങയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല അടിപൊളി ഒരു അട ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിട്ടോ. അപ്പം അതിനുള്ള ഒരുക്കാണ്. അപ്പോൾ മഞ്ഞളിൻ്റെ ഇലയൊക്കെ പുറത്തുനിന്ന് മുറിച്ചെടുത്ത് കൊടുന്ന് അത് ഒക്കെ നല്ല വൃത്തിയുള്ള ഇല, പുഴുക്കേടൊന്നും ഇല്ലാത്ത ഇലയൊക്കെ നോക്കി തിരഞ്ഞെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനൊരു തോട് പുഴയും കൂടി, തോടും റോട്ടിൽ കൂടെ വെള്ളം ഒഴുകണ കാണിച്ചു തരാം കേട്ടോ. തോട്ടത്തെ വെള്ളം റോട്ടിൽ കൂടെ ഒഴുകി പോണ കാണിച്ചു തരാം കേട്ടോ. ഈ നല്ല മഴക്കാലമായ അതിലേറെ വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചുള്ളൂ മഴ തുടക്കല്ലേ. കണ്ടോ, നമ്മളെ മുൻപിൽ കൂടെ, വീടിൻ്റെ മുമ്പിൽ കൂടെ വരുന്ന തോടാണ്. അതിങ്ങനെ റോട്ടിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. ഈ തോടാണ് കേട്ടത്. മഴ പെയ്തുകൊണ്ട് വെള്ളം വന്നാൽ നല്ല വെള്ളം ഉണ്ടാവും, ഉറങ്ങിക്കുന്ന വെള്ളം. ഈ തോടങ്ങനെ അവിടേക്ക്, റോഡിൻ്റെ അവിടേക്ക് ചെല്ലണത്. അത് കഴിഞ്ഞതാക്കണം. ചക്ക ഇങ്ങനെ ജ്യൂസ് അടിച്ചങ്ങാണ്ട് പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് കുറച്ചെടുത്ത് അതിക്ക് ഗോതമ്പ് പൊടി, ഉപ്പിട്ടു, ചെറിയ ജീരകം ഇട്ടു, ഗോതമ്പ് പൊടി അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണം. അരിച്ച് വെക്കാൻ ഞാൻ മറന്നിരുന്നു. പൊടി ഇട്ട് കൊടുത്തു. മയത്ത് ഇങ്ങനെയൊക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമാക്കറല്ലേ. ഉണ്ടാക്കാനും വേണം, മടിയില്ലാതെ നീച്ചുണ്ടാക്കാനും വേണം വെയ്ക്കല്ലേ. എല്ലാവർക്കും ഇങ്ങനത്തെ ഒക്കെ തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമാക്കണം, പക്ഷെ ഉണ്ടാക്കാനും മടിയാക്കറല്ലേ. അപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടോ, അതിൻ്റെ അടിയിൽ കൂടെ തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി അത് ഇളക്കി യോജിപ്പിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ പഞ്ചസാര ഇടാൻ മറന്നേനു കേട്ടോ ഞാൻ. പിന്നെയാണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തത്. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനെ പൊടിച്ചിട്ട് മഞ്ഞളുടെ ഇല ഒന്ന് കഴുകി കൊടുന്നതിനു കേട്ടോ. ഞാൻ പുറത്തുനിന്ന് മഞ്ഞളുടെ ഇല കഴുകിയൊക്കെ വൃത്തിയാക്കി കൊടുന്നത് തന്നെയാണ്. ഇങ്ങനെ പരത്തിയാണ് വെക്കുക മഞ്ഞളുടെ ഇലയിൽ. എന്നിട്ട് അത് മടക്കിയിട്ട് ഇഡ്ഡലിൻ്റെ തട്ടില്ലേ, ആ തട്ടിൽ ഇങ്ങനെ പരത്തി വെക്കുക. എന്നിട്ട് ആവി കയറ്റിയെടുക്കുക കേട്ടോ. ഇതാ ഇങ്ങനെയാണ് പരത്തിങ്ങാണ്ട് അങ്ങനെ മടക്കി വെക്കുക കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ മൊത്തം മടക്കി ലാസ്റ്റത്തെ ഒന്നും കൂടി മടക്കാൻ.
അപ്പോൾ ലാസ്റ്റത്ത് മടക്കി വെച്ചിട്ടോ. ഇത് നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരും, നല്ല ടേസ്റ്റുമാണ്. മഞ്ഞളിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ വരും, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വെന്തുട്ടോ, ആവി വീണണ്ടില്ലേ. ഇത് തുറക്കുമ്പോഴൊക്കെ എന്തൊരു മണാണെന്നറിയാം, നല്ല മണാണിത് തുറക്കുമ്പോഴൊക്കെ. ഇനി പപ്പടക്കോലായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട്. ചായക്ക് വെള്ളം വെച്ച് ചായ തിളച്ചിട്ടോ. ഇപ്പം ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം. ചായയും അട റെഡിയായി. നല്ല ചൂടുണ്ട് കേട്ടോ, കൈ പൊള്ളണമൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടെ. തുറന്ന് വെച്ച് ഇതാ കണ്ടോ, നന്നായിട്ട് വെന്തിക്കണം ഉള്ളൊക്കെ. കട്ടൻ ചായയും പറഞ്ഞ് അട കഴിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റ്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.